ഹായ് എവരിവൺ, ഇൻസ്പിറേഷൻ സ്റ്റോറി ബോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഇസ് ദിലീപ് രാമചന്ദ്രൻ, കോർപ്പറേറ്റ് ബിസിനസ് ട്രെയിനർ. നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് സക്സസ്ഫുൾ ആവണമെന്ന്. നമ്മളെല്ലാവരും തീവ്രമായും അധ്വാനിക്കുന്നതും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് കിട്ടിയേനെ. സോ അവന്റെ ഒക്കെ ഒടുക്കത്ത് ഭാഗ്യം അല്ലെ, അവളുടെ ഒക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് അത് കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മുടെ ചർച്ചകളിൽ നമ്മൾ ഈ ഭാഗ്യത്തിനെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഭാഗ്യത്തിനെ പറ്റിയിട്ടാണ്. ഹൗ മെനി ഓഫ് യു ഫീൽ യു ആർ ലക്കി? എത്ര പേര് കരുതുന്നുണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്? ആ ഒരു ഭാഗ്യം ലഭിക്കാതെ പോകുമ്പോൾ അവന്റെ ഒരു പക്ഷെ അത് ലഭിച്ചിരുന്നെങ്കിൽ, എനിക്ക് ആ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ മാറിപ്പോയെന്നെ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലെ. ഭാഗ്യത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭാഗ്യത്തിനെ മൂന്നായിട്ട് വിഭജിക്കാം. ഒന്ന് ഡംപ് ലക്ക് എന്ന് പറയാം. ഡംപ് ലക്ക്. ഈ ഡംപ് ലക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ നോട്ട് വീണ് കിട്ടാണ്, അത് ഡംപ് ലക്കാണ്. നിങ്ങൾ ലോട്ടറി എടുക്കുന്നു, ലോട്ടറി അടിക്കുന്നു, 1 കോടി രൂപ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നു, അത് ഡംപ് ലക്കാണ്. ലക്കി ഡിപ്പിൽ നിങ്ങളുടെ പേരിലേക്ക് നറുക്ക് വീഴുന്നു, നിങ്ങൾക്ക് ഒരു മാരുതി കാർ ലഭിക്കുന്നു, ഇതെല്ലാം ഡംപ് ലക്കാണ്. ഈ ഡംപ് ലക്കിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. സോ വി ആർ ഹെൽപ്ലെസ് ഇൻ ദാറ്റ്. ഇറ്റ്സ് പ്യുവർ ലക്ക്. പിന്നെ മറ്റൊരു തരത്തിലുള്ള ലക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ക് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സാഹചര്യം. ചിലവര് സമ്പന്ന കുടുംബത്തിലായിരിക്കാം ജനിക്കുന്നത്, ചിലവര് നല്ല ദാരിദ്ര്യമുള്ള കുടുംബത്തിലായിരിക്കാം. സോ അതൊന്നും നമ്മുടെ കൈകളിലല്ല. വി കനോട്ട് ചൂസ് അവർ പാരന്റ്സ് അല്ലെ. നമ്മുടെ പാരന്റ്സ് നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പൊക്കമോ നിറമോ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ലക്കിന്റെ ഭാഗമായിട്ട് വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ പിതാവ് മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായിരിക്കാം. അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം തന്റെ പിതാവ് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ആണ്. അതുകൊണ്ട് കിട്ടിയ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ കിട്ടിയ ഒരു കണക്ഷൻ ഉപയോഗിച്ച് ലഭിച്ച ഒരു ജോലി. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ലക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ക്. പിന്നെ ഒന്നുണ്ട് സർക്കംസ്റ്റാൻഷ്യൽ ലക്ക്. സർക്കംസ്റ്റാൻഷ്യൽ ലക്ക്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിനോ ബിസിനസ് സെമിനാറിനോ പോകുന്നു. അവിടെ വെച്ച് ഒരു കമ്പനിയുടെ MD നിങ്ങൾ പരിചയപ്പെടുന്നു. അവരായിട്ട് ആ MD ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. ആ MD ക്ക് നിങ്ങളുടെ ബിസിനസ് താല്പര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് ഏർപ്പെടുന്നു. അതൊട്ടും നിങ്ങൾ ഒരിക്കലും കരുതുന്നില്ല, നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ഈ ഒരു ബിസിനസ് മീറ്റിംഗിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കമ്പനിയുടെ MD പരിചയപ്പെടുന്നു, ആ MD നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായി മാറുന്നു ഒന്നും നമ്മൾ കരുതുന്നില്ല. ഇതന്നെ സർക്കംസ്റ്റാൻഷ്യൽ ലക്ക് എന്ന് പറയും. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പൊ സുഹൃത്തിനോട് പറയും, ഞാൻ എന്തിനാ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നത്, അത് നിന്റെ സുഹൃത്തല്ലേ, ഞാൻ അറിയില്ലല്ലോ. അപ്പൊ പറയാണ്, 5 സ്റ്റാർ ഹോട്ടലിലാണ് പ്രോഗ്രാം, അവിടെ പോയാൽ നമുക്ക് അടിപൊളി ഫുഡൊക്കെ കഴിക്കാം, നീ വാ എന്ന് പറഞ്ഞ് ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ആണെന്ന് വയ്ക്കും. അപ്പൊ ഇതെല്ലാം സർക്കംസ്റ്റാൻസസ് ലക്കാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ നമ്മൾ കണ്ടുപിട്ടുന്നു, അങ്ങനെയൊന്നും നമ്മൾ കരുതുന്നില്ല അല്ലെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സർക്കംസ്റ്റാൻസസ് ലക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ 3 തരത്തിലുള്ള ലക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡംപ് ലക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ക് ആൻഡ് സർക്കംസ്റ്റാൻഷ്യസ് ലക്ക്. ഇതിൽ ഡംപ് ലക്കിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ലക്കിന്റെ കാര്യത്തിലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് സർക്കംസ്റ്റാൻഷ്യസ് ലക്കാണ്. ഈ സർക്കംസ്റ്റാൻഷ്യസ് ലക്ക് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നേരത്തെ ഈ സർക്കംസ്റ്റാൻഷ്യസ് ലക്കിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടെ എല്ലാം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്ത കാര്യമല്ല. കോൺഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് മനഃപൂർവ്വം നമ്മൾ പോകണമെന്ന് വിചാരിച്ച് പോയതല്ല. അവിടെ പോകുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ് പോകണമെന്ന് വിചാരിച്ചു, അവിടെ ഒരു ഇത് വന്നു, നിങ്ങൾ പോയി. അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് കൂട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് പോയി, അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. സോ അവിടെ എല്ലാം ആരോ നിർബന്ധിച്ച് നമ്മൾ വേണമെന്ന് വിചാരിച്ച് പോയത് സ്ഥലങ്ങളല്ല. ഈ സർക്കംസ്റ്റാൻസസ് ലക്ക് നമുക്ക് ഇന്റൻഷനൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് ക്ലബുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നേച്ചർ ക്ലബ്ബ്, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡന്റ് പോലീസ്, നമ്മുടെ NCC, റെഡ് ക്രോസ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മീറ്റിംഗ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കണക്ഷൻസ് വഴിയാണ് നമുക്ക് പലരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അതുപോലെ അലൂമിനി അസോസിയേഷൻ മീറ്റിംഗ്സ്, അലൂമിനി അസോസിയേഷൻ. സോ ദിസ് ഇസ് അനദർ പാർട്ട് ഓഫ് കണക്ടിങ് വിത്ത് പീപ്പിൾ. അപ്പോൾ ഈ സർക്കംസ്റ്റാൻസസ് ലക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കണക്ടിങ് വിത്ത് പീപ്പിൾ അഥവാ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ സാധിക്കൂ.
നെറ്റ്വർക്കിംഗ് സ്കിൽസ് റിയലി മാറ്റേഴ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മളെക്കാളും കഴിവുള്ള, നമ്മളെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പലരും ഒരു അവസരം പോലും കിട്ടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അത് കിട്ടാത്തത് അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടോ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. പക്ഷെ അവരെ കണക്ട് ചെയ്യാൻ, അവരെ ഒന്ന് റെഫർ ചെയ്യാൻ, അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനോ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനോ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്കിൽ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് സ്കിൽ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ടിങ് വിത്ത് പീപ്പിൾ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന നമ്മുടെ അലൂമിനി അസോസിയേഷൻസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് റെസിഡൻസ് അസോസിയേഷൻ വഴിയാവാം, ആക്റ്റീവായിട്ട് പോകുന്ന റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അതേപോലെ പല സംഘടനകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അംഗത്വം എടുക്കാം. ലൈക്ക് ലയൺസോ, റോട്ടറിയോ, YMCA അല്ലെങ്കിൽ ഈ പറയുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, അങ്ങനെ ഒരുപാട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിന്റെ ഭാഗമായി നിൽക്കാം. അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഭാഗമായി നിന്നാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ക്ലബ്ബുകളിലെല്ലാം തന്നെ പല പ്രൊഫൈലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിട്ടാൻ സാധിക്കും. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീലന്മാർ, ട്രെയിനേഴ്സ്, അല്ലെ പ്രൊഫസേഴ്സ്, അങ്ങനെ പല ആൾക്കാരെയും കണ്ടുപിട്ടാൻ പറ്റും. അപ്പോൾ അവിടെ യു ക്യാൻ ബിൽഡ് നെറ്റ്വർക്കിംഗ്, യുവർ കണക്ഷൻസ്, യു ക്യാൻ ബിൽഡ് യുവർ കോണ്ടാക്ട്സ്. സോ ഇറ്റ് റിയലി ഹെൽപ്സ് യു ടു ബിൽഡ് ദ ഫോർച്യൂൺ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫോർച്യൂൺ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. And the most important thing is that we should always believe that I am lucky. ആ ഒരു തോട്ട് പ്രോസസ് റിയലി മാറ്റേഴ്സ്. പലപ്പോഴും നമുക്ക് ആ പല അവസരങ്ങൾ കിട്ടാതെ പോകുന്നതും നമുക്ക് വിജയിക്കാൻ പറ്റാതെ പോകുന്നതും എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല, ഞാൻ അത്രയും ഭാഗ്യമുള്ള ആളല്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അത് നമ്മുടെ മൈൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സോ നെവർ എവർ തിങ്ക് ദാറ്റ് ഐ ആം അൺലക്കി, ഓൾവേസ് തിങ്ക് ഐ എം വെരി ലക്കി ഫെലോ. ഞാൻ ഭാഗ്യമുള്ള ആളാണ് എന്നുള്ളൊരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യാം. സോ ദിസ് ഇസ് ദിലീപ് രാമചന്ദ്രൻ signing off from today's session. Thank you.